പ്രൈസ് ലോർഡ്. ബേർഷേബ പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നിവേദ് ജോർജ് ജോൺസൺ. ആരാധനയുടെയും ആവേശത്തിന്റെയും നിറവിൽ ബേർഷേബ പെന്തക്കോസ് 26ാം സൺഡേ സ്കൂൾ യൂത്ത് ഫെലോഷിപ്പ്, ലേഡീസ് ഫെലോഷിപ്പ് വാർഷികാഘോഷങ്ങൾ തത്സമയം പുരോഗമിക്കുന്നതായി വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: പ്രഭാത വന്ദനം ഓരോ രാവിലെയും വിശ്വാസികളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നു. കാറ്റും മഴയും വെല്ലുവിളിയായിരുന്നിട്ടും ബാർബിക്യൂ നൈറ്റ് വിജയകരമായി സമാപിച്ചു. 10ാം ക്ലാസ് വിജയത്തിളക്കത്തിൽ ബേർഷേബ സഭ. മുന്നിൽ കടൽ, പിന്നിൽ സൈന്യം, മോശയിലൂടെ ദൈവത്തിന്റെ അത്ഭുത രക്ഷ. വിലക്കപ്പെട്ട വൃക്ഷഫലം തിന്നതിന് ആദാമിനും ഹവ്വയ്ക്കുമെതിരെ സ്വർഗീയ കോടതിയിൽ നടപടി. പ്രശസ്ത പ്രവാചകനായ ഹാനോക്കിനെ കാണാതായി. 3.5 വർഷം തങ്ങളോടൊപ്പം കൂടെ കഴിഞ്ഞ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്ന ശിഷ്യന്മാർ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആബേൽ കൊലപാതകത്തിൽ വൻ വഴിത്തിരിവ്. വാർത്തകൾ വിശദമായി. ഉറക്കത്തെയും തളർച്ചയും പരാജയപ്പെടുത്തി ഓരോ രാവിലെയും വിശ്വാസികളുടെ ഫോണിലേക്ക് എത്തുന്ന പാസ്റ്റർ റെജി കേബലിൽ നയിക്കുന്ന പ്രഭാത വന്ദനം ഹൃദയങ്ങൾ കീഴടക്കുന്നു. ഉറക്കത്തെയും തളർച്ചയും അതിജീവിച്ച് ഓരോ രാവിലെയും വിശ്വാസികളുടെ ഫോണിലേക്ക് എത്തുന്ന പ്രഭാത വന്ദനം ഇതിനോടകം ഹൃദയങ്ങൾ കീഴടക്കിയതായി ബേർഷേബ പെന്തക്കോസ് വിശ്വാസികൾ അറിയിച്ചു. അലാം ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുന്നവരെ പോലും ആത്മീയമായി എഴുന്നേൽപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. രാവിലെ ചായയ്ക്ക് മുമ്പ് തന്നെ മെസ്സേജ് വായിക്കുന്ന വിശ്വാസികളുടെ എണ്ണം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. കാറ്റും മഴയും വെല്ലുവിളിയായിട്ടും ബാർബിക്യൂ നൈറ്റ് വിജയകരമായി സമാപിച്ചു. കാറ്റും മഴയും ശക്തമായിരുന്നിട്ടും ബാർബിക്യൂ നിർത്തുക എന്ന ആശയം പോലും ആരുടെയും മനസ്സിൽ എത്തിയില്ലെന്ന് ബേർഷേബ സഭാജനങ്ങൾ പ്രതികരിച്ചു. മഴയിൽ നനഞ്ഞും പുകയും സഹിച്ചും പരിപാടി മുന്നേറിയെങ്കിലും ആർക്കും പനിയോ ജലദോഷമോ ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമെന്നാണ് ബാക്ക് സ്റ്റേജ് റിപ്പോർട്ടുകൾ വരുന്നു. ഒരുപാട് പ്രയത്നങ്ങളും വെല്ലുവിളികളും മറികടന്ന് ഞങ്ങളുടെ ക്യാമറാമാൻമാർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. പൂർവാധികം ശക്തിയോടെ തീ ആളിക്കത്തുമെന്ന PYP സെക്രട്ടറി എത്തിക്സിന്റെ വാക്കുകൾ വെറുതെയായില്ല. വീണ്ടും ഒരു ബാർബിക്യൂ നൈറ്റിന് സാക്ഷ്യം വഹിക്കാനായി മെയ് 28 ലക്ഷ്യമാക്കി സഭാജനങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുന്നു. 10ാം ക്ലാസ് വിജയത്തിളക്കത്തിൽ ബേർഷേബ സഭ. ബേർഷേബ സഭയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ വർഷത്തിലെ 10ാം ക്ലാസ് വിജയികൾ. ഗോയൽ ബാക്കിരാജ്, ഷാരോൺ സൈമൺ, അക്സ അജീഷ് ഉമ്മൻ, ജോനാഥൻ സാം, എബിൻ ബിനു എന്നിവർ മികച്ച വിജയം കരസ്ഥമാക്കി. ഇവരുടെ ഈ നേട്ടം ഇനി വരുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമായിരിക്കുകയാണ്. മുന്നിൽ കടൽ, പിന്നിൽ സൈന്യം, മോശയിലൂടെ ദൈവത്തിന്റെ അത്ഭുത രക്ഷ. ഫറവോന്റെ സൈന്യം അതിവേഗത്തിൽ പിന്നാലെ എത്തുന്നതിനിടെ മുന്നിൽ ചെങ്കടൽ കണ്ട ഇസ്രായേൽ ജനങ്ങൾ ഭയന്നു നിന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലെന്ന അവസ്ഥയിൽ മോശ ദൈവകൽപ്പന പ്രകാരം വടി ഉയർത്തിയതോടെ ചെങ്കടൽ 2ആയി പിളർന്ന് നടുവിലൂടെ വഴിയൊരുങ്ങിയതായി ദൃക്സാക്ഷികൾ അറിയിച്ചു. കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് ജനങ്ങൾ ഉണങ്ങിയ നിലത്തൂടെ സുരക്ഷിതരായി യാത്ര ചെയ്തു. മറുകരയിൽ എത്തിയതായും പിന്നീട് പിന്തുടർന്നെത്തിയ ഫറവോന്റെ സൈന്യത്തിന് കടൽ വീണ്ടും പഴയ നിലയിലായതായും വിവരങ്ങൾ പുറത്തു വരുന്നു. മനുഷ്യൻ വഴി കാണാത്തടുത്ത് ദൈവം വഴി തുറക്കുമെന്ന വാക്കുകളാണ് ഇപ്പോൾ ദേശമെങ്ങും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. തിന്നരുതെന്ന് സൃഷ്ടാവ് കൽപ്പിച്ചിരുന്ന വൃക്ഷഫലം തിന്നതിന് ദമ്പതികൾക്കെതിരെ സ്വർഗീയ കോടതിയിൽ നടപടി. തിന്നരുതെന്ന സൃഷ്ടാവ് കൽപ്പിച്ചിരുന്ന വൃക്ഷഫലം തിന്നതിന് ആദാമിനെയും ഹവ്വയും സ്വർഗീയ കോടതിയിൽ ഹാജരാക്കി. ഏദൻ തോട്ടത്തിലെ മറ്റെല്ലാ ഫലങ്ങളും ഭക്ഷിക്കാൻ അനുമതി ഉണ്ടായിരുന്നിട്ടും വിലക്കപ്പെട്ട ഫലം കഴിച്ചതിനാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദാമിന്റെ ഹവ്വയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യം ഹവ്വയിലേക്ക്.
എൻ്റെ മോനെ ഞാൻ ഈ തോട്ടത്തിൽ കൂടെ ചുമ്മാ നടക്കുമായിരുന്നേ. അന്നേരം ഈ പാമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ഈ പഴം കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്, ഇത് തിന്നാൽ ചത്തൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. അപ്പോൾ എന്നെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് നോക്കി, ബാക്കി അച്ചായനും കൊണ്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ സാത്താൻ ഇങ്ങനെ വേഷം മാറി വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണ്? നമുക്ക് ആദാമിന്റെ ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയത്തില്ല. എന്റെ വൈഫ് ഒരു പഴം കഴിച്ചതിന്റെ പകുതി കൊണ്ടുവന്ന് എനിക്ക് തന്നു. അത് അവള് പകുതി കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ബാക്കി ഞാനും ഒന്ന് കഴിച്ചു. ഇതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ ഇതിനകത്ത്? അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. വിചാരണ പൂർത്തിയാക്കിയതോടെ ദമ്പതികളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും കെരൂബുകളെ കാവൽ നിർത്തുകയും ചെയ്തു. പ്രശസ്ത പ്രവാചകനായ ഹാനോക്കിനെ കാണാതായി തിരച്ചിൽ തുടരുന്നു. പ്രശസ്ത പ്രവാചകനും യാരത്തിന്റെ മകനുമായ ഹാനോക്കിനെ കാണാതായതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു. 365 വയസ്സായിരുന്നു. ദൈവത്തോടു കൂടെ നടന്നതിനാൽ ദൈവം എടുത്തതാണെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിൽ വിശ്വാസമില്ലാത്തവർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 3.5 വർഷം തങ്ങളോടൊപ്പം കൂടെ കഴിഞ്ഞ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്ന ശിഷ്യന്മാർ 3.5 വർഷത്തോളം തങ്ങളോട് കൂടെ ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത യേശു തങ്ങൾക്ക് കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നുവെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. എന്നാൽ യേശു ദൈവപുത്രനായതിനാൽ താൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരുമെന്നും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടാണെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. യേശുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണെന്ന് പത്രോസും യോഹന്നാനും അറിയിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് യേശുവിന്റെ ശിഷ്യനായ തോമസ് ബേർശേബാവിഷ്യനോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. 2 ദിവസം മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണല്ലോ. അതുകൊണ്ട് വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ്. ആനിവേഴ്സറിക്ക് ശേഷമുള്ള ഭക്ഷണത്തിൽ എന്തായിരിക്കുമെന്നുള്ള സ്പെഷ്യൽ വൻ ചർച്ചയാകുന്നു. ഞങ്ങളുടെ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വാർഷികാഘോഷങ്ങൾക്ക് ശേഷമുള്ള ഭക്ഷണത്തിൽ എന്തായിരിക്കും സ്പെഷ്യൽ എന്ന ചർച്ചകൾ സഭാജനങ്ങൾക്കിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹാബേൽ കൊലപാതകത്തിൽ വൻ വഴിത്തിരിവ്. ആദ്യകാല ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ സഹോദരഹത്യ കേസായി വിലയിരുത്തപ്പെടുന്ന ഹാബേൽ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. സഹോദരനായ കയീൻ അസൂയ മൂലം ഹാബേലിനെ വയലിൽ വെച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന ചോദ്യത്തിന് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്നായിരുന്നു കയീന്റെ മറുപടി. സംഭവത്തിന് പിന്നാലെ ഹാബേലിന്റെ രക്തം നിലത്തുനിന്ന് നിലവിളിക്കുന്നതായും ദൈവസന്നിധിയിൽ നിന്ന് വിവരം ലഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തപ്പെട്ട കയീനെ നാട് കടത്തിയതായും ഇനി ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ജീവിതമായിരിക്കുമെന്ന് വിധി പ്രസ്താവിച്ചതായും പുറത്തുവരുന്നു. അസൂയ മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കുമെന്ന ചർച്ച ഇപ്പോൾ ആത്മീയ വൃത്തങ്ങളിലും ശക്തമായി തുടരുകയാണ്. കായിക വാർത്തകൾ. സോദോം ഗൊമോറയിൽ നടന്ന ഫാമിലി മാരത്തോണിൽ ലോത്തും കുടുംബത്തിനും 1ാം സ്ഥാനം. എന്നാൽ ഓട്ടത്തിനിടെ തിരിഞ്ഞു നോക്കിയ മിസസ് ലോത്ത് ഉപ്പുതൂണായി മാറിയത് കുടുംബത്തിന് വലിയ തിരിച്ചടിയായി. ഗലീലക്കടലിൽ നടന്ന മീൻപിടുത്തത്തിൽ ശിഷ്യന്മാർക്ക് 153 റൺസ് വിജയം. പത്രോസിന് സെഞ്ചുറി. യേശുവിനെ അടക്കിയ കല്ലറയിലേക്കുള്ള ഓട്ട മത്സരത്തിൽ യോഹന്നാൻ 1ാം സ്ഥാനം. മത്സരത്തിന്റെ തുടക്കത്തിൽ മുന്നിലായിരുന്ന പത്രോസിനെ അവസാന നിമിഷങ്ങളിൽ പിന്തള്ളിയാണ് യോഹന്നാൻ 1ാമതെത്തിയത്. കാലാവസ്ഥ വാർത്തകൾ. താൻ പറഞ്ഞല്ലാതെ ഇസ്രായേലിൽ മഴയുമില്ല മഞ്ഞുമുണ്ടാകില്ല എന്ന് പ്രശസ്ത പ്രവാചകൻ ഏലിയാവ് അറിയിച്ചു. മഴയ്ക്ക് മുമ്പായി ആകാശത്ത് കൈപ്പത്തി പോലെ മേഘം പ്രത്യക്ഷപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു. ഖത്തറിൽ ചൂട് കടുക്കുന്നു. തീവ്രമായ ചൂടിനെ വകവയ്ക്കാൻ ആരാധനയ്ക്കെത്തുന്ന ദൈവജനങ്ങൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നതായി സഭാ പാസ്റ്റർ റെജി കെ ബെദേൽ അറിയിച്ചു. 40 രാവും 40 പകലും നീളുന്ന മഹാമഴയ്ക്കും ജലപ്രളയത്തിനും സാധ്യതയുണ്ടെന്ന നീതിമാനായ പാസ്റ്റർ നോഹ. ഇതോടെ ഇന്നത്തെ ബേർഷേബ പ്രൈം ടൈം വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.